നമസ്കാരം. ഒരു സിനിമ കാണാൻ വേണ്ടി കയറുകയാണ്. അരുൺ വൈഗയുടെ ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. പുതുമുഖ താരങ്ങളിൽ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നടനാണ് രഞ്ജിത്ത് സജീവ്. അദ്ദേഹത്തിനോടൊപ്പം മലയാള സിനിമയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നിരവധി അഭിനേതാക്കൾ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. എന്തായാലും സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് അത് കണ്ടവരുമായി ഇതിനുശേഷം പങ്കുവയ്ക്കാം. വരും. നല്ല പടം. ഇപ്പോഴത്തെ യൂത്ത് കണ്ടിരിക്കണം, കാണേണ്ട സിനിമയാണ്. നല്ല സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ട്. ആദ്യം നമുക്ക് തോന്നും സിനിമ കുറച്ച് ഇങ്ങനെ സ്ലോയിൽ പോകണം, പക്ഷെ അല്ല, ഇപ്പം കണ്ടിരിക്കണം. നല്ല സിനിമയാണ്, കാണാൻ എനിക്കിഷ്ടമാണ്. തിരക്കില്ല, കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. നമുക്ക് സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന മൂവിയാണ്. നമ്മളിപ്പോഴത്തെ സമകാലിക ജീവിതമായിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് റേറ്റിംഗ് ചെയ്യേണ്ട ഒരു വിഷയങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയതാണ്. ഇപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇനി എന്താണ് നമ്മൾ ജനങ്ങളും ചെയ്യേണ്ടുള്ള എല്ലാം നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണിത്. നല്ല സിനിമ, കൊള്ളാം. നല്ല പടമാണോ? കുടുംബമായിട്ട് കാണാൻ പറ്റിയ പടമാണോ? മോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട്? കൊള്ളാം. നല്ല ഒരു സിനിമയാണ്. ഒരു പുതുമയുള്ള ടീമാണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിൽക്കാരുപരി കോളേജ് സ്റ്റുഡൻ്റായിരിക്കും ഇത് ഏറ്റവും പ്രയോജനമാകുന്നതെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. എങ്ങനെയുണ്ട് ചേച്ചി സിനിമ? എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന പടമാണോ? നല്ല പടമാണ്. ചേട്ടൻ എങ്ങനെയുണ്ട്? നമസ്കാരം. നമ്മുടെ നാടിൻ്റെ വലിയ അഭിമാനമായ കുളമട രേവതിയിലാണ് ഒരു സിനിമ ഇറങ്ങി, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ഒരു നല്ല സിനിമയാണ്. നല്ല സിനിമയെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തതയാർന്ന പ്രമേയം, മലയാളം ചർച്ച ചെയ്യേണ്ട ഒരു പ്രമേയമാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നൊരവസ്ഥ. നമ്മുടെ ഈ നാട്ടിൽ തൊഴിലിടങ്ങൾ സൃഷ്ടിച്ചാൽ, വിദ്യാഭ്യാസത്തിലൂടെ നല്ല ജോലികൾ ചെയ്താൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് ഈ സിനിമ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നു. തീർച്ചയായിട്ടും കുടുംബവും പുതിയ ജനറേഷനുമൊക്കെ കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ മലയാള സിനിമയാണ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒരല്പം ലാഗുണ്ട്, പക്ഷേ അവസാനമാകുമ്പോൾ സിനിമ എന്താണോ നമ്മളോട് മലയാള ദേശത്തിനോട് പറയാൻ ലക്ഷ്യമിട്ടത് അവിടേക്ക് കൃത്യമായും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ ഈ മനോഹരമായ ചിത്രം കാണണം.